ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന ആനുകാലിക ക്വിസ്. സമകാലിക സംഭവങ്ങൾ ഉൾപ്പെടുത്തിയ GK ക്വിസ്. സ്വദേശ് മെഗാ ക്വിസിലേക്ക് പങ്കെടുക്കുന്നവർക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചോദ്യങ്ങൾ നോക്കാം. ദക്ഷിണേന്ത്യയിലെ ചിറാപുഞ്ചി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തെക്കേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം ഏതാണ്? അഗുംബെ, കർണാടകത്തിലെ അഗുംബെ. 1999 കാർഗിൽ യുദ്ധത്തിന്റെ 25ാം വാർഷികം നാം ആചരിച്ചു. എന്നാണ് കാർഗിൽ വിജയദിനം? ജൂലൈ 26. ലോക ചെസ്സിലെ ഫിഡെ റാങ്കിങ്ങിൽ ഏറ്റവും മുന്നിലുള്ള ഇന്ത്യൻ താരം? 4ാം റാങ്കിലുള്ള അർജുൻ എരിഗേസി. കേരളം ആദ്യമായി ഉഷ്ണതരംഗ മാപ്പിൽ ഉൾപ്പെടുത്തപ്പെട്ട വർഷം? 2024. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ കമ്പനി ഏത്? സ്കൈ റൂട്ട് എയറോസ്പേസ് കമ്പനി. ലോക്സഭാ MP-മാരുടെ കാലാവധി 5 വർഷമാണ്. എന്നാൽ രാജ്യസഭാ MP-മാരുടെ കാലാവധി എത്രയാണ്? 6 വർഷം. 6 വർഷം. ലോക സമുദ്ര ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജൂൺ 8 ലോക സമുദ്ര ദിനം. ബംഗബന്ധു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബംഗ്ലാദേശ് രാഷ്ട്രപിതാവ്? ഷേഖ് മുജിബുർ റഹ്മാൻ. ISRO വിജയകരമായി ലാൻഡിംഗ് പരീക്ഷിച്ച വീണ്ടും ഉപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനത്തിനിട്ട പേര്? റീയൂസബിൾ ലോഞ്ച് വെഹിക്കിളിനിട്ട പേര്? പുഷ്പക്. പുഷ്പക്. കോഴിക്കോടിനെ സാഹിത്യ നഗരം ആയി പ്രഖ്യാപിച്ചത് എന്നാണ്? 2024 ജൂൺ 23. തലച്ചോറു തീനി അമീബ, ബ്രെയിൻ ഈറ്റിംഗ് അമീബ ജലാശയത്തിൽ കുളിക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നത് ഏതു ഭാഗത്തു കൂടിയാണ്? മൂക്കിനുള്ളിലെ ശ്ലേഷ്മസ്തരം വഴി. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പ്രസിദ്ധ നടൻ? മോഹൻലാൽ. മോഹൻലാൽ. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പ്രസിദ്ധമായ കൃതിയുടെ രചയിതാവ് ആര്? ജവഹർലാൽ നെഹ്റു. പ്രസിദ്ധ ബാലസാഹിത്യ കൃതിയായ ഒരു കുടയും കുഞ്ഞു പെങ്ങളും രചിച്ചതാര്? മുട്ടത്തു വർക്കി. മുട്ടത്തു വർക്കി. ലോകത്തെ ഏറ്റവും നീളമുള്ള ഇരട്ടത്തുരങ്ക പാതയായ സെല ടണൽ ഏത് സംസ്ഥാനത്താണ്? അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ ആദ്യത്തെ ശീതകാല ആർട്ടിക് പര്യവേഷണത്തിൽ, ഉത്തര ധ്രുവ പര്യവേഷണത്തിൽ പങ്കാളിയാവുന്ന കേരളത്തിലെ സർവകലാശാല ഏതാണ്? മഹാത്മാഗാന്ധി സർവകലാശാല, കോട്ടയം. 2024 മുമ്പ് കേരളത്തിൽ സംഭവിച്ച പുത്തുമല ഉരുൾപൊട്ടൽ ദുരന്തം സംഭവിച്ചത് ഏതു ജില്ലയിലാണ്? വയനാട്. ഇപ്പോൾ ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമല നിന്നും 2 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത? മനു ഭാക്കർ. 2024 പാരീസ് ഒളിമ്പിക്സ്. സാധാരണയായി അത്ലറ്റിക് ട്രാക്കുകളുടെ നിറം ചുവപ്പാണ്. എന്നാൽ പാരീസ് ഒളിമ്പിക്സ് അത്ലറ്റിക് ട്രാക്കുകളുടെ നിറം എന്താണ്? പർപ്പിൾ നിറം. പർപ്പിൾ. ഒളിമ്പിക്സിൽ ഇരട്ട മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരം? PV സിന്ധു. ഷട്ടിൽ ബാഡ്മിന്റണിൽ 2014 റിയോ ഒളിമ്പിക്സിൽ വെള്ളി, 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കലം. സ്വദേശ് ക്വിസ് GKക്കും മറ്റെല്ലാ GK ക്വിസിനും ഉണ്ണീസ് വിജയപാത സബ്സ്ക്രൈബ് ചെയ്യൂ. കേരളത്തിൽ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏതാണ്? വയനാട് ജില്ല. കേരളത്തിൽ
സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ നിയമസഭാ മണ്ഡലം ഏത്? തളിപ്പറമ്പ. ലോക തൊഴിലാളി ദിനമായി ആചരിക്കുന്നത് എന്നാണ്? മെയ് 1 ലോക തൊഴിലാളി ദിനം. ഇംഗ്ലണ്ടിലെ പ്രശസ്ത നഗരമായ കേംബ്രിഡ്ജ് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി? ബൈജു തിട്ടാല വർക്കി, കോട്ടയം മാർപ്പൂക്കര സ്വദേശി. കേരളത്തിലാകെ എത്ര നിയമസഭാ നിയോജക മണ്ഡലങ്ങളാണ് ഉള്ളത്? 140 മണ്ഡലങ്ങൾ. ഏറ്റവും ആദ്യത്തെ ജ്ഞാനപീഠ സമ്മാനം ലഭിച്ചത് കവി ജി ശങ്കരക്കുറുപ്പിനാണ്. മലയാളത്തിൽ ഏറ്റവും ഒടുവിൽ ലഭിച്ചത് ആർക്കാണ്? കവി അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക്. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെ? ഭരണഘടനയുടെ ആമുഖത്തെയാണ്. കാർഷിക വിളകൾ മുതൽ നാട്ടുപക്ഷിക്കുഞ്ഞുങ്ങളെ വരെ തിന്നു തീർക്കുന്നതിനാൽ 10 ലക്ഷം അധിനിവേശ ജീവിവർഗമായ കാക്കകളെ കൊന്നൊടുക്കാൻ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യം കെനിയ. കെനിയയാണ് കാക്കകളെ കൊന്നൊടുക്കാൻ തുടങ്ങിയത്. കേരള നിയമസഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗം എന്ന നിലയിൽ ഭരണഘടനയിൽ ഒപ്പുവെച്ച നേതാവ് ആരാണ്? PT ചാക്കോ. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായിരുന്നിട്ടുള്ള MLA ആയിട്ടുള്ള നേതാവാര്? മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. 19,078 ദിവസം. യുവർ ബോണസ് ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. ഏറ്റവും കൂടുതൽ കാലം കേരളത്തിൽ നിയമസഭാംഗമായിരുന്നിട്ടുള്ള രണ്ടാമത്തെ നേതാവ് ആരാണ്? ഉത്തരം കമന്റ് ചെയ്യൂ ഉടനെ തന്നെ, ഇപ്പോൾ തന്നെ. കൂടുതൽ അറിവിന് സ്വദേശ് മെഗാ ക്വിസിന് ഉണ്ണീസ് വിജയപാത.